പൈരക്കുപ്പം മച്ചൂർ. നല്ല അടിപൊളി ഗ്രാമം കേട്ടോ. നമുക്ക് അടിപൊളി സ്ഥലം നിങ്ങൾ കാണില്ല. നമുക്ക് വീടൊക്കെ നല്ല പിന്നെന്താ പറയുക, നമ്മുടെ പഴമയുടെ ആ ഒരു ഭംഗി നമുക്കിവിടെ കാണാം കേട്ടോ. വൗ, അമേസിങ്. കാണുന്നില്ലേ, ഈ വയലിൻ്റെ നടുക്കുള്ള വീട്. നമുക്ക് അങ്ങോട്ട് പോയേക്കാം. എന്തൊക്കെയാ ചേട്ടാ, പേരെന്താ? സണ്ണി ചേട്ടൻ. ഓക്കെ, നല്ല രസമുണ്ട് കേട്ടോ. ഒന്നങ്ങോട്ട് വന്നോട്ടെ. അതാ ചേട്ടൻ്റെ വീടാണ് കേട്ടോ. ചേട്ടൻ നമ്മളെ വിളിച്ചിട്ടിട്ട് എന്തൊക്കെയാ ചേട്ടാ, നല്ല രസമുണ്ട് കാണാൻ വീടൊക്കെ. നിങ്ങളെ വീടല്ലേ ചേച്ചി? വീടിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റുമോ? കാണുന്നില്ല, നല്ല സൂപ്പർ വീടാണ്. അതെ അതെ അതെ, കേരളത്തിലൊന്നും ഇങ്ങനെ കാണാനില്ല കേട്ടോ. കാണുന്നില്ല, നമ്മൾ ഇങ്ങോട്ടൊക്കെ പോയെങ്കിൽ കാണാനൊക്കെ നമ്മുടെ ബൈക്ക് അത് അങ്ങ് അവിടെ വെച്ചാട്ടോ. ബൈക്ക് അവിടെ വെച്ചിട്ടുണ്ട്. ഇത് കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചാണ്. കാണുന്നില്ല, ഇതൊക്കെ വയലുകളാണ് കേട്ടോ. നമ്മുടെ പഴമയുടെ ആ ഒരു സ്റ്റൈൽ നോക്ക്. അയ്യവ, എന്താ വ്യൂ. പിന്നെ അതുപോലെ തന്നെ ഇതാ അപ്പുറത്തൊക്കെ വീടുകളുണ്ട് കേട്ടോ. പിന്നെ ഇത് ചെറിയ കൂടാന്നൊക്കെ പറയും, ഈ വിറകൊക്കെ സൂക്ഷിക്കുന്ന സംഭവങ്ങൾ. പിന്നെന്താ പറയുക, ഇത് കണ്ടോ നിങ്ങൾ, ഇതൊക്കെ കണ്ടങ്ങളാണ് കേട്ടോ. പിന്നെ കണ്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ നെൽകൃഷി ചെയ്തിട്ട് ഉണങ്ങിയതാണ് ഇപ്പോൾ. പിന്നെ അവർ വിളവെടുത്തതിന് ശേഷം പിന്നെ കൃഷിയൊന്നും ചെയ്തിട്ടില്ലാന്നത്. പക്ഷേ ഇത് അവരെന്തിനോ വേണ്ടി കിളച്ച് വെച്ചേട്ടാ. എന്തിനാണെന്ന് അറിയില്ല, അവരോട് ചോദിച്ചേക്കാം നമുക്ക്. എന്തായാലും സംഗതി സൂപ്പറാണ് കേട്ടോ. പിന്നെ ഓക്കെ, എന്ത് മനോഹരമായ വയലാണ്. പിന്നെ അതുപോലെ തന്നെ ചുറ്റിലും ഫോറസ്റ്റാണ് കേട്ടോ. അങ്ങേ സൈഡും ഫോറസ്റ്റ്, ഇങ്ങേ സൈഡും ഫോറസ്റ്റ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു 100 മീറ്റർ അപ്പുറത്ത് ഒരു പുഴയുണ്ട്, നമ്മുടെ കബനി നദി. അതിൻ്റെ അപ്പുറത്താണ് നമ്മുടെ കേരളം വരുന്നത് കേട്ടോ. ഇത് കർണാടകയാണ്. ചേട്ടൻ്റെ പേരെന്താ? രമേശ് ചേട്ടൻ. അപ്പോൾ രമേശ് ചേട്ടനാണ് ചേട്ടൻ്റെ പേര്. അതുകൊണ്ട് നമ്മുടെ പണ്ടത്തെ ചാണകം കൊണ്ടൊക്കെ മെഴുകൂല, അതുപോലെ അല്ലേ, ചാണകമല്ലേ ഫുള്ളും? ആ, ചാണകം കൊണ്ട് മെഴുകിയ ആ ഒരു തറയാണ് കേട്ടോ. ഇതിപ്പോൾ വീടിൻ്റെ ഉള്ളിൽ കയറല്ലേ. അപ്പം നമ്മൾ വീടിൻ്റെ ഉള്ളിൽ കയറി. ഇതാണ് ഇവരുടെ കുഞ്ഞ് വീട് കേട്ടോ. സംഭവം സൂപ്പറാണ്. ആ, കാണില്ലേ, ഇരുടാണ്. ഇത് ഇവരുടെ ചെറിയ അടുക്കള കേട്ടോ. ചേനയും കാച്ചില കൃഷിയില്ലേ? ഓക്കെ ഓക്കെ. വെക്കൂല, ആന നശിപ്പിച്ചോളൂല്ലേ. പിന്നെ ഈ കറണ്ട് ഇല്ല, കമ്പിയില് കറണ്ട് ഷോക്കില്ല. ഷോക്കില്ല അല്ലേ. ഓക്കെ, എന്തായാലും സംഗതി അടിപൊളി. അപ്പോൾ ചേട്ടന് ഇവിടെ എത്ര വർഷമായി ഇപ്പോൾ? 2 വർഷമായില്ലേ. എൻ്റെ തറവാട് മുകളിലാണ്. ആ, അപ്പോൾ വേറെ മൃഗങ്ങളൊക്കെ വരും? ആന മാത്രമേ വരാറുള്ളൂ? ആന, മാന്, പുള്ളിമാന്, പന്നിയൊക്കെ വരും. ആ, എല്ലാ സാധനവും ഉണ്ടല്ലേ. ശല്യം തന്നെയാണല്ലേ, ഭയങ്കര ഇതൊരു ആനത്താര പോലത്തെ സ്ഥലമല്ലേ? ആനയുള്ള ആ ഒരു പിന്നെ ഇല്ലിയൊക്കെ ഉള്ള അല്ലേ? അതെനിക്ക് ആദ്യം തോന്നി, കാരണം അങ്ങനത്തെ സ്ഥലത്താണല്ലോ ആന കൂടുതലുണ്ടാവും. സൂപ്പർ സ്ഥലമാണ്. പിന്നെ ഇതുവഴി വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയാണ്. ഇനി വരുമ്പോൾ ഇറങ്ങാൻ പരിചയക്കാരായി. പിന്നെ ചേട്ടൻ പറഞ്ഞ ആന ഇതൊക്കെ ഇറങ്ങലുണ്ട്. പിന്നെ ഇവര് കൃഷിയൊക്കെ എന്ത് ചേന ഒന്നും ഉണ്ടാക്കിയിട്ട് കാര്യമില്ലാട്ടെ, എല്ലാം നശിപ്പിച്ചില്ല. പന്നീൻ്റെ പിന്നെ വെച്ചിട്ട് കാര്യമില്ല, എന്നിട്ട് ഉണ്ടാക്കുന്ന കഷ്ടപ്പാട് ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. എത്ര മണിക്ക് ആന ഇറങ്ങുമോ? 7 മണിക്ക് തുടങ്ങും. 7 മണിക്ക് അതിലേ ഇറങ്ങും അല്ലേ? ഇതിൽ റോഡ് കൂടെ വരും. അപ്പൊ അത് കബനി നീന്തിയിട്ട് അല്ലേ ഇവിടുന്ന്? അല്ല, ഇവിടുന്ന് അങ്ങോട്ട് പോകും. കേരളത്തിലേക്ക് അല്ലേ? ഓക്കെ. അപ്പോൾ പുഴ നീന്തി പോലെ ആന? പുഴ നീന്തി. ഇതാ ഒരു ചെറുക്കനും ഒരു കന്നുകുട്ടനും. ഹായ്, മോൻ്റെ പേരെന്താ? നവീൻ. എത്രയല്ല പഠിക്കുന്നത്? എത്രയല്ല പഠിക്കുന്നത്? 5ൽ. ഓക്കെ, അടിപൊളി.